വാർത്തകൾ തുടരുന്നു. കാട്ടൂരിലെ ബാറിനു മുന്നിൽ ആരെയും വകവയ്ക്കാതെ രണ്ട് സ്ത്രീകൾ മത്സ്യക്കച്ചവടം ചെയ്യുന്നത് കാണുമ്പോൾ നാം അന്തം വിടും. മലയാളികൾക്ക് ഇത്രയും ധൈര്യമോ എന്നു കരുതി അടുത്തു ചെല്ലുമ്പോഴാണ് കാര്യങ്ങൾ ബോധ്യപ്പെടുക. ഇരുവരും മൈസൂരിലെ ഉൾസൂർ സ്വദേശികളാണ്. മത്സ്യ സീസണിൽ ഇവർ ഭർത്താക്കന്മാരോടൊത്ത് 20-അംഗ സംഗമം തൃശൂരിലെത്തും. കനോലി കനാലിൽ പ്രത്യേകം തയ്യാറാക്കി നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന കുട്ടവഞ്ചിയിലാണ് ഇവർ ഭർത്താക്കന്മാരോടൊത്ത് മത്സ്യം പിടിക്കാൻ ഇറങ്ങുക. കാട്ടൂരിലെ കനോലി കനാലിൽ നിന്ന് ഇവർക്ക് കിട്ടുന്നത് ഏട്ടക്കൂരി എന്ന മത്സ്യങ്ങളെയാണ്. കിലോ 80 രൂപയ്ക്കാണ് കാട്ടൂർ ബാറിന് മുന്നിൽ രേഖയും അംബികയും മത്സ്യങ്ങൾ വിൽപ്പന നടത്തുന്നത്. വരൂ ചേട്ടാ, മത്സ്യം വാങ്ങി വീട്ടിൽ പോയി മുളകും പുളിയുമിട്ട് വെച്ചു കഴിച്ചോളൂ എന്ന് ശുദ്ധ മലയാളത്തിൽ ഉറക്കെ വിളിച്ചു പറഞ്ഞാണ് ഇരുവരും ഉപഭോക്താക്കളെ ആകർഷിക്കുന്നത്. ഭയമേതുമില്ലാതെ തന്റേടികളായ ഈ സ്ത്രീകൾ കുടുംബം നോക്കാനായി ബാറിനു മുന്നിൽ മത്സ്യ കച്ചവടം നടത്തുന്ന കാഴ്ച മലയാളി മംഗമാർ നാണം നിറഞ്ഞ ഒരു നോട്ടത്തോടെ അവഗണിച്ച് നീങ്ങുന്നതും കാണാനാകും. വലപ്പാട് സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിലെ വിശുദ്ധ സെബസ്ത്യാനോസ് സഹതയുടെ അമ്പതിരുന്നാൾ ജനുവരി 30-31 തീയതികളിൽ ആഘോഷിക്കുമെന്ന് പള്ളി വികാരി ഫാദർ ജോസ് എടക്കളത്തൂർ, ഷാജി ചാലിശ്ശേരി, KT ലോറൻസ്, NK ജോബ് എന്നിവർ തൃപ്പയാറിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സെന്റ് സെബാസ്റ്റ്യൻ ചർച്ചിന്റെ വിശുദ്ധ സെബസ്ത്യാനോസിന്റെ തിരുനാൾ ആഘോഷം 30-31 തീയതികളിലാണ്. അതിന്റെ കൊടികയറ്റം ജനുവരി 19 അടുത്ത ഞായറാഴ്ചയാണ്. രാവിലെ 6:30 കുർബാനയോടനുബന്ധിച്ചാണ് കൊടികയറ്റം നടക്കുന്നത്. ഈ വർഷം കൊടികയറ്റം പുതിയൊരു കൊടിമരം സ്ഥാപിക്കുന്നതിന്റെ വെഞ്ചരിപ്പ് കർമ്മവും അതോടനുബന്ധിച്ച് ചെയ്യുന്നുണ്ട്. തിരുനാളാഘോഷം വെള്ളിയാഴ്ചയായിട്ട് വരും. ജനുവരി 31 വെള്ളി. അഭിമന്യ മാർ ജേക്കബ് തൂങ്കുഴി പിതാവാണ് മുഖ്യ കാർമ്മികൻ. ആഘോഷമായി തിരുനാൾ കുർബാനയ്ക്ക് ശേഷം പ്രദക്ഷിണവും തിരുസ്വരൂപങ്ങൾ എടുത്തു വയ്ക്കുകയും ചെയ്യുന്ന തിരുക്കർമ്മങ്ങളെല്ലാം ഉണ്ട്. തലേനാൾ വ്യാഴാഴ്ച ജനുവരി 31 വെള്ളിയാഴ്ച നടക്കുന്ന ആഘോഷമായ തിരുനാൾ കുർബാനയ്ക്ക് പിതാവ് മാർ ജേക്കബ് തൂങ്കുഴി മുഖ്യ കാർമ്മികനാകും. തൃപ്പയാർ വാഴക്കുളം സുബ്രഹ്മണ്യ ക്ഷേത്രത്തിലെ തൈപ്പൂയ മഹോത്സവം ആഘോഷിച്ചു. ഉച്ചയ്ക്ക് 12 മണിയോടെ കാവടി ക്ഷേത്രനടയിൽ എത്തി. ദേവാനന്ദ മേളങ്ങൾ കാവടിക്ക് അകമ്പടിയായി. ഉച്ചയ്ക്ക് പകൽപൂരവും വൈകിട്ട് ദീപാരാധനയും കരിമരുന്ന് പ്രയോഗവും തുടർന്ന് വിളക്കെഴുന്നള്ളിപ്പും ഭസ്മാഭിഷേകവും ഉണ്ടായി.
ജില്ലയിലെ റേഷൻ വ്യാപാരികൾ കടകളടച്ച് അനിശ്ചിതകാല സമരം ആരംഭിച്ചു. റേഷൻ കടകളിൽ അനാവശ്യ റെയ്ഡ് ഒഴിവാക്കുക, ഹോൾസെയിൽ ഡിപ്പോയിൽ നിന്ന് ശരിയായ തൂക്കത്തിൽ സാധനങ്ങൾ അനുവദിക്കുക, മണ്ണെണ്ണ മാസത്തിൽ ആദ്യവാരം ലഭ്യമാക്കുക, റേഷൻ വ്യാപാരികളുടെ വേതനം വർദ്ധിപ്പിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അനിശ്ചിതകാല സമരം. റേഷൻ ഡീലേഴ്സ് അസോസിയേഷൻ തൃശൂർ താലൂക്ക് കമ്മിറ്റി പ്രസിഡന്റ് NK പ്രദീപ് ഓർക്കിഡ് വാർത്തകളോട്. എല്ലാ റേഷൻ കടകളും അടച്ചിട്ടുകൊണ്ട് സമരപ്രഖ്യാപനം നടത്തിയിരിക്കുകയാണ്. ഇന്നലെ മുതൽ കടകളൊക്കെ അടച്ചിട്ടു. കാരണം ഉദ്യോഗസ്ഥരുടെ വളരെ ദയനീയമായ പീഡനം, അനാവശ്യമായുള്ള പീഡനം, സാധനങ്ങൾ കറക്റ്റ് സമയത്ത് തരാതെ കണ്ട് APL BPL അരിയൊക്കെ മാസാവസാനം കൊണ്ടുവന്ന് തരുന്നു. അത് എല്ലാ ആഴ്ചയിലും നമ്മൾ വിതരണം ചെയ്യുന്നുണ്ട്. അതൊക്കെ APL അരിയെടുത്തിട്ടാണ് വിതരണം ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് കടയിൽ അരി എടുക്കുമ്പോൾ കാർഡ് ഉടമകൾക്ക് കൊടുക്കാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ വന്ന് നോക്കുന്ന നേരത്ത് APL അരിയിൽ നിന്ന് എടുത്ത് കൊടുക്കുമ്പോൾ BPL ചിലപ്പോൾ ഷോർട്ട് വരും. അപ്പോൾ അങ്ങനെ പല കടകളും ഷോർട്ട് കാണുമ്പോൾ അവർ സസ്പെൻഡ് ചെയ്യണം. കൃത്യസമയത്ത് അതാത് ആഴ്ചകളിൽ അരി തരികയാണെങ്കിൽ അങ്ങനത്തെ ഒരു സംവിധാനം ഉണ്ടാവില്ല. പിന്നെ നിലവിലുള്ള റേഷൻ കാർഡുകളൊക്കെ മാറേണ്ട സമയം കഴിഞ്ഞു. ഒരു കൊല്ലം കഴിഞ്ഞു റേഷൻ കാർഡ് മാറിയിട്ട്. ഇപ്പോൾ പുതിയ 2014, 15, 16 ലിസ്റ്റ് തന്നിരിക്കുക. അത് വെച്ചിട്ടാണ് കൊടുക്കുന്നത്. ഒരു ഇടവേള കൂടി.